യെസ്, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി സൈഫ് സൈനുലാബ്ദീൻ ചേരുന്നുണ്ട്. സൈഫ, മന്ത്രിക്കെതിരെ ഗുരുതര ആരോപണമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, പരാതി നൽകിയിട്ടും പരാതിപ്പെട്ടിട്ടും അതിൽ പോലീസ് ഇടപെട്ടില്ല എന്നാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ ആരോപണം എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയാനാകുമെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം ആഭ്യന്തര വകുപ്പിനെതിരെ പോലീസ് ഇടപെട്ടില്ല എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ആരോപണം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെ ഉപയോഗിക്കും? ഒപ്പം സർക്കാരിന്റെ പ്രതിരോധം എങ്ങനെയായിരിക്കും ഇനി? ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടതു മുന്നണിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും തരത്തിലുള്ള ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. എം എ ബേബിയാണ് സംസാരിച്ചത്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് സംസ്ഥാന സർക്കാർ വിശദീകരിക്കും എന്നാണ്. ഈ സംഭവം ഉണ്ടാകുന്നത് ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ്. ഗണേശിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ബിന്ദു മേനോൻ അവർ തമ്മിൽ കുറച്ച് നാളായി സെപ്പറേറ്റഡ് ആയി താമസമാണ്. ഏതാണ്ട് ഒരു മൂന്നര മാസക്കാലമായി സെപ്പറേറ്റഡ് താമസമാണ്. ഒരു മ്യൂച്വൽ ഡിവോഴ്സ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ കോമ്പൻസേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില പേപ്പർ വർക്കുകൾ നടന്ന് വരികയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അവർ വാളകത്തെ വീട്ടിലേക്ക് എത്തുകയും വീട്ടിൽ തുറന്നകത്തേക്ക് കയറി ബെഡ്റൂമിലെത്തിയപ്പോൾ ഗണേശിനെ മോശമായ സാഹചര്യത്തിൽ കണ്ടുവെന്ന് പറയുകയും ചെയ്യുന്നത്. ഈ മോശമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ ഒരു സ്ത്രീ ആ റൂമിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവർ ഫോണിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴാണ് പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് ആ ഫോൺ വേടിപ്പിക്കാൻ വേണ്ടി ഗണേഷ് കുമാർ ശ്രമിച്ചത്. അതിനിടയിൽ തന്നെ ഈ സ്ത്രീയെ, അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയെ കാറിൽ കയറ്റി ശാന്തൻ എന്ന് പറഞ്ഞ ഡ്രൈവറാണ്, അദ്ദേഹത്തിനൊപ്പം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഗണേഷ് കുമാർ വാതിലടച്ചു. അതിനുശേഷം കുറേ നേരം അവിടെ നിന്നു. പോലീസിനെ വിളിച്ചത് ശ്രീലേഖ പറഞ്ഞിട്ടാണ്. ശ്രീലേഖ എന്ന് പറയുന്നത് ശ്രീലേഖ IPS, ഇവിടെ കോർപ്പറേഷൻ കൗൺസിലറായിരിക്കുന്ന ശ്രീലേഖ IPS, മുൻ DGP. അവരുടെ ഭർത്താവിൻ്റെ സഹോദരിയാണ് ബിന്ദു മേനോൻ. അങ്ങനെ വിളിച്ചപ്പോൾ 112ലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞ് 112ൽ വിളിച്ചു. പോലീസ് എത്തി കാര്യങ്ങൾ തിരക്കി. അപ്പോൾ ഞങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് പോയി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പോലീസുമായി നമ്മൾ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടിരുന്നു. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ നൽകുന്ന വിശദീകരണം, ഇത് അവിടെ എത്തിയപ്പോൾ ഈ സംഭവം ഉണ്ടായി, അവരുടെ പരാതി കിട്ടിയ ഉടനെ അവിടെ എത്തിയപ്പോൾ ഇത് കുടുംബ വഴക്കാണെന്ന് മനസ്സിലായി. അവരങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഇടപെടാതിരുന്നത്. ഇതിനിടയിൽ ഒരു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് യൂത്ത് കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. അതിന്റെ നിയമവശങ്ങൾ ഏതായാലും വരും ദിവസങ്ങളിലും ഈ വിഷയം ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സൈഫ് സൈനുലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.